ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ചോദ്യങ്ങൾ ഏത് മോഡലിലാണ് വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ആണെങ്കിൽ കൂടിയിട്ട് ചില സ്കൂളുകളിലോ ഒക്കെ നമ്മുടെ ഹാഫ് ഇയർലി സ്കൂൾ എക്സാമിൻ്റെ കൂടെ തന്നെ അതുവരെ എടുത്ത പാഠഭാഗങ്ങൾ വെച്ചിട്ട് നടത്തുന്ന എക്സാം ഉണ്ടാവാം. അതായത് അഹ്കാമു തജ്വീദൊക്കെ 8 ചാപ്റ്ററാണ് സിലബസ് പ്രകാരം ഹാഫ് ഇയർലി എക്സാം. അപ്പോൾ ചിലതിൽ 6 ചാപ്റ്റർ ആയാലും എടുക്കുന്നവരുണ്ട്, പിന്നെ 8 ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, അതിൽ ചിലപ്പം കൂടുതൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. നമുക്ക് ചോദ്യം നോക്കാം. ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തത് അൽ മദ്ദുൽ അസ്ലി. മദ്ദുൽ അസ്ലിക്ക് ഇതിൽ നിന്ന് ഉദാഹരണമാണ്. അസ്ലിയായ മദ്ദുകൾ അലിഫ്, വാവ്, യാ. അപ്പോൾ ഈ അലിഫ് കൊണ്ടോ വാവ് കൊണ്ടോ യാ കൊണ്ടോ നീട്ടിയ ഏതെങ്കിലും ഒരു വേർഡ്സ് ഇവിടെ നമുക്ക് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ യക്കൂനു എന്നതാണ്, വാവ് കൊണ്ട് നീട്ടിയിട്ടുണ്ട് യക്കൂനു. പിന്നെ ഇവിടെ സൂഇൻ എന്നതിൽ വാവുണ്ട്, മുകളിൽ മദ്ദുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളെന്താണ്, മദ്ദശ്ര ഹംസ ഒരേ കലിമത്തിൽ വന്നത് മുത്തസിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫറയിൽ 5 ഇനങ്ങൾ. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ അസ്ലി മദ്ദശ്രമായ അലിഫ്, വാവ്, യാ കൊണ്ട് നീട്ടിയതിൻ്റെ ഉദാഹരണം നോക്കിയിട്ട് എഴുതണം. അടുത്തതെന്താ, ഇൽഹാറും മീമി സാക്കിന. സാക്കിനായ മീമിൻ്റെ വിധികൾ 3 പഠിച്ചിട്ടുണ്ട് നമ്മൾ. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും, മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാവും, ബാക്കി അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറും. അപ്പോൾ ഇവിടെ മീമിന് ശേഷം മീമ് വന്നതിൻ്റെ ഉദാഹരണം ഏതാണെന്ന് ലഹും മാഫിറത്തുൻ. മീമിന് ശേഷം മീമ് വന്നത് ഇദ്ഗാമ്. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഇവിടെ മീമിന് ശേഷം മീമാണ്, അപ്പോൾ അത് ഇദ്ഗാമാണ്. നമുക്കിവിടെ ചോദ്യം ഇൽഹാറും മീമി സാക്കിന. സാക്കിനായ മീമ് കൊണ്ട് ഇൽഹാറായത്. അപ്പോൾ ഇവിടെ മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോ വന്നത് ഇൽഹാറിൻ്റെ ഉദാഹരണം. ഇവിടെ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. മനസ്സിലാക്കാം കേട്ടോ. അടുത്തത് എന്താണ്, മുത്തസിലായ മദ്. മുത്തസിലായ മദ് ഏതാണ്? മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരണം. അപ്പോൾ ഇവിടെ എന്താണ്, ഷിഫാഉൻ. ഷിഫാഉൻ എന്നത് എന്താണ്, മുത്തസിലാണ്. ഷിഫാഉൻ എന്നത് മുത്തസിലാണ്. ഫി അംരി എന്നത് എന്താണ്, ഫി എന്നതിൽ മദ്ദും അംരി എന്നതിൽ അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിലാണ് ഹംസ വന്നത്. അപ്പോൾ ഇവിടെ മുൻഫസിലാണ്. അപ്പോൾ അത് ശരിയല്ല. പിന്നെ ലാ അഅ്ബുദു, ഇതും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിലാണ്. അപ്പോൾ ഇത് 2 മുൻഫസിലാണ്. ഇവിടെ ഷിഫാഉൻ എന്ന ഇതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് എന്താണ്, മീമിനെ ഇദ്ഗാം ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്യണമെങ്കിൽ മീമിന് ശേഷം മീമ് വന്നതാവണം. ഇവിടെ കുലൂബിഹിം മറലുൻ എന്നത് മീമിന് ശേഷം മീമ് വന്നത് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ മീമിന് ശേഷം യാ ഇൽഹാർ, മീമിന് ശേഷം ഐന് ഇൽഹാർ. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനിയാ സാവധാനം ഓതുക എന്നർത്ഥം. ഏതാണ് സാവധാനം ഓതുക? റത്തിലിൽ ഖുർആന തർത്തീല. ഖുർആൻ സാവധാനത്തിൽ ഓതുക. അപ്പോൾ ഇവിടെ തർത്തീൽ. ഖുർആന് 3 രീതിയിലാണ് ഓതേണ്ടത്. തർത്തീൽ, തദ്വീർ, ഹദർ. തർത്തീൽ, തദ്വീർ, ഹദർ, അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സാവധാന ഓതൽ തർത്തീൽ, ഹദർ വേഗത്തിൽ ഓതൽ, തദ്വീർ എന്താണ് മധ്യനിലയിൽ ഓതൽ. അപ്പോൾ ഇവിടെ ഖുർആന് തർത്തീലായിട്ടാണ് ഓതേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്, സാക്കിനായ മീമിൻ്റെ വിധികൾ. സാക്കിനായ മീമിൻ്റെ വിധികൾ 3 ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാം. ഇങ്ങനെ 3 വിധികളാണ്. മനസ്സിലാക്കട്ടോ. ഇനി അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ആദ്യം വന്നെന്താ, അലൽ മലായിക്കത്തി. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്കിവിടെ എന്താണ് വന്നത്, മദ്ദുകളെ കുറിച്ചിട്ടും പിന്നെ സാക്കിനായ മീമിൻ്റെ വിധികളെ കുറിച്ചിട്ടാണ് വന്നത്.
അപ്പോൾ അലൽ മലായിക്കത്തി എന്നതിൽ മദ്ദക്ഷരമായിട്ട് ഇവിടെ ലാമ് വന്നിട്ടുണ്ട്, അതേ കലിമത്തിൽ തന്നെ ഹംസയും വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ എന്താണ്, അതേ കലിമത്തിൽ തന്നെ വന്നാൽ മദ്ദുൽ മുത്തസിലാണ് വരിക. അപ്പോൾ ഇവിടെ മുത്തസിൽ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ വന്നത്, അൽ മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം, അൽ മദ്ദുൽ മുത്തസിലിന് ഉദാഹരണം. അപ്പോൾ നമുക്ക് അവിടെ ഡി എഴുതാം. ഒരു ഇവിടെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അപ്പോൾ അവരെഴുതിയ തെറ്റാണ്, അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ അലൽ മലായിക്കത്തി എന്നത് മദ്ദുൽ മുത്തസിലിന് ഉദാഹരണമാണ് എന്നത് നമുക്കവിടെ മനസ്സിലാക്കണം. അടുത്തതാ വലസൗഫ യുഅ്തീക. വലസൗഫ യുഅ്തീക എന്നതിൽ സാക്കിനായ മീമിൻ്റെ വിധികൾക്ക് മീമൊന്നുമില്ല. പിന്നെ ഇവിടെ മദ്ദക്ഷരമായ യാ, മദ്ദുൽ അസ്ലി, മദ്ദുൽ അസ്ലിക്ക് ഉദാഹരണം ഈ. അപ്പോൾ അവിടെ അതെഴുതാം, മദ്ദുൽ അസ്ലിക്ക് ഉദാഹരണം. അപ്പോൾ ഇവിടെ ഇതുപോലെ വാവ് വന്ന ഉദാഹരണം വരാം, അലിഫു വന്ന ഉദാഹരണം വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്ത എന്താണ്, തവല്ലൈത്തും മിമ്പഴതി. തവല്ലൈത്തും മിമ്പഴതി. ഇവിടെ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നിട്ടുണ്ട്. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമാണ്. ഇവിടെ നൂനിൻ്റെ വിധിയാണ്, ഇക്ലാബ് ഉണ്ട്, നൂനിന് ശേഷം ബാ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മീമിൻ്റെ വിധിയാണ് വേണ്ടത്, മനസ്സിലാക്കണം. ഇദ്ഗാമാണ്. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തു എന്ന ഓപ്ഷൻ ബി എഴുതി കൊടുക്കാം. അടുത്തതാ അയ്യുഹും ബിദാലിക്ക. ഇവിടെയാണ് മീമിന് ശേഷം ബാ വന്ന് ഇഖ്ഫ ആയത്. അയ്യുഹും ബിദാലിക്ക എന്നതിൽ മീമിന് ശേഷം ബാ വന്നു, ഇഖ്ഫ. അപ്പോൾ സാക്കിനായ മീമിനെ ഇഖ്ഫ ചെയ്തു. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. അടുത്ത ദാലിക്കും ഹൈറു. അപ്പോൾ ഇവിടെ ഹൈറുല്ലക്കും, ദാലിക്കും ഹൈറുല്ലക്കും, മീമിന് ശേഷം ഹ വന്നു. അപ്പോൾ മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരങ്ങളും വന്നാലും ഇൽഹാറാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്തു. അപ്പോൾ അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ അത് രണ്ടെണ്ണം അതിൽ തെറ്റ് വന്നതാണ്, മനസ്സിലാക്കാം. ഇനി അടുത്ത പൂരിപ്പിക്കാനാണ്, നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കണം. എന്താ ചോദ്യം, സാക്കിനായ മീമിന് ശേഷം ഡാഷ് വന്നാൽ മീമിനെ ഇഖ്ഫാ ചെയ്യണം. അതൊക്കെ നമ്മളിപ്പോൾ അവിടെ പറഞ്ഞതാണ്. മീമിന് ശേഷം ബാ വന്നാലാണ് മീമിനെ ഇഖ്ഫാ ചെയ്യേണ്ടത്. അടുത്തത് അന്നഹും മുലാഖൂ എന്നതിൽ സാക്കിനായ മീമിനെ ഡാഷ് ചെയ്യണം. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്യണം. അടുത്തത് സാക്കിനായ മീമിന് ശേഷം ഫാ വന്നാൽ എന്താണ്, ഡാഷിനെ വെളിവാക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഏത് അക്ഷരത്തെയാണ് വെളിവാക്കേണ്ടത്, മീമിന് ശേഷം ഫാ വന്നാൽ മീമിനെ, ഇവിടെ മീമ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്, മീമിനെ വെളിവാക്കണം. അപ്പോൾ ഇവിടെ ഇൽഹാറാണ് വിധി, പക്ഷേ ഇൽഹാർ നല്ല എഴുതേണ്ടത്, മനസ്സിലായില്ലേ? ഏത് അക്ഷരത്തെയാണ് വെളിവാക്കേണ്ടത്, അതായത് സാക്കിന മീമിന് ശേഷം ഫാ വന്നത്, അപ്പം മീമിനെയാണ് വെളിവാക്കേണ്ടത്, മനസ്സിലായില്ല? മീമിനെ വെളിവാക്കണം. അപ്പോൾ ഇദ്ഗാമിൽ വരുന്നത് മീമിന് ശേഷം മീമ് വന്നാൽ അവിടെ മീമിനെ ഇദ്ഗാം ചെയ്യാണ്, ഉന്നത്ത് ചെയ്യാണ്. ഇഖ്ഫായിൽ മീമിനെ മറച്ചു മണിക്കലാണ്. മീമിനെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കലാണ്. അപ്പോൾ അവിടെ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ മറച്ചു മണിക്കലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇതുപോലെ വന്നാൽ അങ്ങനെ എഴുതണം. ഇവിടെ തിരിച്ച് ഇതുപോലെ ചോദ്യം വരാം, എന്ത്, സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ആ മീമിനെ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ ഉന്നത്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, മനസ്സിലായില്ല? അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്, മദ്ദുകൾ രണ്ട് വിധമുണ്ട്. ഒന്ന് ഏതാണെന്ന് എഴുതണം, രണ്ട് ഇവിടെ ഫർഇ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അസ്ലി, രണ്ട് ഫർഇ. മദ്ദുകൾ രണ്ട് വിധമാണ്, അസ്ലിയും ഫർഇയും. അടുത്തത് ഖുർആൻ പാരായണം ഡാഷ് നിയമങ്ങൾ പാലിച്ചു കൊണ്ടാവൽ നിർബന്ധമാണ്. എന്ത് നിയമങ്ങളാണ് ഖുർആൻ പാരായണത്തിൽ വേണ്ടത്? തജ്വീദ് നിയമങ്ങൾ പാലിച്ചു കൊണ്ടാവൽ നിർബന്ധമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഖുർആൻ പാരായണം തജ്വീദ് നിയമങ്ങൾ പാലിച്ചു കൊണ്ടാവൽ നിർബന്ധമാണ്. അടുത്തതാ വമാ സാഹിബുക്കും ബി മജ്നൂൻ
എന്നതിൽ ഡാഷിനെ ഇഖ്ഫാ ചെയ്യണം. ഏതിനെയാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്? സാഹിബുക്കും ബി മജ്നൂൻ എന്നതിലെ മീമിനെ. അപ്പോൾ ഇവിടെ ശേഷം വരുന്ന അക്ഷരം ബാ അല്ല എഴുതേണ്ടത്. മനസ്സിലാക്കുക, അവിടെ വന്ന തെറ്റുകളൊക്കെ മനസ്സിലാക്കുക. മീമിനെയാണ് ഇഖ്ഫാ ചെയ്യുന്നത്. നേരത്തെ മീമിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം, പറഞ്ഞില്ലേ? അതുപോലെ മീമിന് ശേഷം ബാ വന്നാൽ മീമിനെയാണ് ഇഖ്ഫാ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ചോദ്യം മാറി വരുമ്പോൾ സാക്കിനായ ഏത് അക്ഷരമാണ് വരുന്നത്? മീമിൻ്റെ വിധികളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നമ്മൾ താഴെ ക്ലാസ് പഠിച്ചതാണ്. ഇവിടെ സാക്കിനായ മീമിൻ്റെതാണ്. അപ്പം മീമിനെയാണ് ഇവിടെ ഇഖ്ഫാ ചെയ്യുന്നത്. അടുത്തതാ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ഫർഇയായ മദ്ദുകൾ എത്ര ഇനമുണ്ട്? മദ്ദുൽ ഫർഇ 5 ഇനങ്ങളുണ്ട്. മദ്ദുകൾ 2 ഇനം, അസ്ലിയും ഫർഇയും. ഫർഇ 5 ഇനങ്ങളുണ്ട്. മദ്ദുൽ മുത്തസിൽ, മദ്ദുൽ മുൻഫസിൽ, മദ്ദുൽ ലാസിം, മദ്ദുൽ ആരിൽ, മദ്ദുൽ ലീൻ. ഇങ്ങനെ 5 മദ്ദുകളുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക, പേരുകളും പഠിക്കുക. അടുത്തത്, മദ്ദുൽ മുത്തസിൽ എത്ര ഹർക്കത്ത് വരെ നീട്ടാം? മദ്ദുൽ മുത്തസിൽ എത്ര ഹർക്കത്ത് വരെ നീട്ടാം? മുത്തസിൽ 6 ഹർക്കത്ത്, അതായത് 3 അലിഫ് വരെ. 3 അലിഫ് വരെ 6 ഹർക്കത്ത്. മനസ്സിലാക്കുക, മുത്തസിൽ 6 ഹർക്കത്ത് 3 അലിഫിൻ്റെ കതിർ വരെ. അപ്പോൾ അത് എത്ര കതിർ നീട്ടാമെന്ന് ചോദിച്ചാൽ 3 അലിഫ്. എത്ര ഹർക്കത്ത് നീട്ടാമെന്ന് ചോദിച്ചാൽ 6. അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ 8ാമത്തെ ചാപ്റ്റർ വരെ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത എന്താണ്? ഖുർആൻ പാരായണത്തിന് എത്ര രൂപങ്ങളുണ്ട്? ഖുർആൻ പാരായണത്തിന് 3 രൂപങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഹദർ, തദ്വീർ, തർത്തീൽ, ഈ 3 രൂപങ്ങളുണ്ട്. അടുത്തത്, യക്കൂലു എന്നതിലുള്ള മദ് ഏതാണ്? യക്കൂലു നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു അല്ലേ? മദ്ദുൽ അസ്ലിയാണ്. വാവ് വന്നിട്ടുണ്ട്, മദ്ദക്ഷരമായ വാവ്. യക്കൂലു എന്നതിൽ അസ്ലിയാണ്. അടുത്തതാ, ബി അസ്മായി എന്നതിലുള്ള മദ്ദിൻ്റെ പേരെന്ത്? അസ്മാ എന്ന മദ്ദക്ഷരവും ഈ എന്ന ഹംസയും ഒരുമിച്ച് വന്നു. അപ്പോൾ ഏതാണ്? മുത്തസിൽ എന്ന് എഴുതാം. അടുത്തതാ, ഖുർആൻ ഓതാൻ ഉത്തമമായ രൂപം ഏതാണ്? ഖുർആൻ ഓതാൻ ഉത്തമമായത് ഏതാണ്? തർത്തീലാണ്. തർത്തീലായ രൂപം അത് എഴുതാം. സാവധാനമാണ് ഓതേണ്ടത്. അതിൻ്റെ മീനിങ്, ഖുർആൻ ഓതേണ്ടത് സാവധാനത്തിലാണ്, തർത്തീല്. മനസ്സിലാക്കി പഠിക്കട്ടാ. അവിടെ തിരിച്ച് ചോദ്യം വരും, മധ്യനിലയിൽ ഓതുന്നതിന് എന്ത് പറയും? വേഗത്തിൽ ഓതുന്നതിന് എന്ത് പറയും എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരുകൾ എഴുതാൻ കഴിയണം. വേഗത്തിൽ ഓതുന്നതിന് ഹദർ എന്ന് പറയുന്നു, മധ്യനിലയിൽ ഓതുന്നതിന് തദ്വീർ എന്ന് പറയുന്നു. അങ്ങനെ എഴുതാൻ കഴിയണം. അടുത്ത എന്താണ്? ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാൻ. എന്താണ് ഖുർആൻ? മനുഷ്യരെ നേർമാർഗത്തിലേക്ക് അയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല അവതരിപ്പിച്ച വിശുദ്ധ വചനങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ആദ്യം തന്നെ വരുന്നത് ഇതാണ്. മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച വിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. പഠിക്കുക, ഇതുപോലെ എഴുതാൻ കഴിയണം. അടുത്തത് എന്താണ്? ഖുർആൻ ശുപാർശ ചെയ്യും ആർക്കാണ് ഖുർആൻ ശുപാർശ ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അത് അന്ത്യനാളിൽ ശുപാർശ ചെയ്യും. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും. മനസ്സിലാക്കാം. അടുത്ത, സാക്കിനായ മീമിൻ്റെ വിധികൾ എത്ര, ഏതെല്ലാം? അപ്പോൾ ആദ്യം സാക്കിനായ മീമിൻ്റെ വിധികൾ 3: ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ. അങ്ങനെ 3 പേര് എഴുതണം. അടുത്തത് എന്താണ്? ലിയുഹാജൂക്കും ബിഹി എന്നതിലെ മീമിനെ ഇഖ്ഫാ ചെയ്യണം. കാരണം എന്ത്? ഇവിടെ മീമിന് ശേഷം ബാ വന്നു, അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്യണം എന്താണ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? സാക്കിനായ മീമിന്
ശേഷം ബാ വന്നു. ഇഖ്ഫാഇൻ്റെ അക്ഷരമായ ബാ വന്നു. സാക്കിനായ മീമിന് ശേഷം ബാ വന്നതുകൊണ്ടാണ് സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്തത്. അങ്ങനെ അതിന് നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതുക. ഇതുപോലെ ഇൽഹാർ ചെയ്തു കാരണം എന്തെന്ന് വെക്കും. സാക്കിനായ മീമിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നതുകൊണ്ടാണ് അവിടെ ഇൽഹാർ ചെയ്തത്. അതുപോലെ സാക്കിനായ മീമിന് ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരമായ മീമ് വന്നതുകൊണ്ടാണ് സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തത്. അപ്പോൾ ആ രീതിയിലൊക്കെ ചോദ്യം വരാം. അടുത്തത് സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ എന്ത് ചെയ്യണം? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് 8 ചാപ്റ്ററൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എല്ലാ ചാപ്റ്ററും കുറച്ച് പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ വന്ന കാര്യങ്ങൾ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ചോദ്യങ്ങൾ വന്നത്, മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താണ് തജ്വീദ്? അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഹ്റജ്, സിഫത്ത്, തർക്കീക്ക്, തഫ്ഹീം, മദ്, ഉന്നത്ത് പോലുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഒന്നാമത്തെ പാഠത്തുനിന്ന് മദ്ദുൽ ഫർഈൽ പെട്ടതാണ് മദ്ദുൽ മുത്തസിൽ. ബാക്കി ഏതല്ല? മദ്ദുൽ ഫർഈ 5 ഇനം, അതിലൊന്നാണ് മുത്തസിൽ. ബാക്കി 4 എഴുതണം. ഏതൊക്കെയാണ്? മുൻഫസിൽ, ലാസിം, ആരിള്, ലീന്. അപ്പോൾ 5 പേര് നിർബന്ധമായിട്ട് പഠിക്കുക. മദ്ദുൽ ഫർഈയിലെ 5 ഇനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ എഴുതാൻ കഴിയണം. അടുത്തതാ, ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകും എന്താണ് ഖുർആൻ്റെ ശാപത്തിന് കാരണമാകുക? തജ്വീദ് നിയമം പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം. നിയമം പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം കുറ്റകരവും ഖുർആനിൻ്റെ ശാപത്തിന് കാരണവുമാകും. അപ്പോൾ മനസ്സിലാക്കുക. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്നത് എന്താണ്? ഖുർആൻ പാരായണത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഒന്നാമത്തെ പാഠമായ ഖുർആൻ പാരായണത്തിൽ നിന്ന് നമുക്ക് എഴുതാൻ കഴിയണം. ഖുർആൻ പാരായണം വളരെ പുണ്യമുള്ള ഇബാദത്താണ്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ അല്ലാഹു തആല അവൻ്റെ അഹ്ലുകാർ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അഹ്ലുകാർ ആരാണ്? ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ഖുർആൻ സാക്ഷി നിൽക്കും. തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും. അല്ലാഹു തആലയുടെ വിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. ചില പ്രത്യേക നിയമങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ അത് പാരായണം ചെയ്യുള്ളൂ. നിയമം പാലിക്കാതെയുള്ള പാരായണം കുറ്റകരവും ഖുർആനിൻ്റെ ശാപത്തിന് കാരണവുമാവും. ഖുർആൻ പാരായണത്തിന് 3 രൂപങ്ങളുണ്ട്. തർത്തീല്, സാവധാനം, ഈ രൂപമാണ് ഏറ്റവും ഉത്തമം. ഹദർ, വേഗത്തിൽ ഓതുക. തദ്വീർ, മധ്യനിലയിൽ ഓതുക. 3 രൂപത്തിലാണെങ്കിലും തജ്വീദ് നിയമങ്ങൾ പാലിച്ചു കൊണ്ടാവൽ നിർബന്ധമാണ്. അപ്പോൾ അത്രയും ഖുർആൻ പാരായണത്തെക്കുറിച്ചിട്ട് നമുക്ക് എഴുതാം. ഇനി അടുത്ത് വന്നതാണ് മദ് എത്ര ഇനം, ഏതൊക്കെ? മദ് എത്ര ഇനം എന്ന് വെച്ചാൽ മദ് 2 ഇനാണ്. മദ് 2 ഇനം, മദ്ദുൽ അസ്ലിയും മദ്ദുൽ ഫർഈയും. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ. മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ. കാല, യഖൂലു, കീല എന്നിവയിലുള്ള മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത്. മനസ്സിലാക്കാം. മദ്ദുൽ ഫർഈ അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഫർഈ എന്ന് പറയുന്നത്. അസ്ലിയേക്കാൾ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഫർഈ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നതാണ് അതിന് കാരണം. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വരുന്നതാണ് അതിന് കാരണം. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഫർഈ എന്ന് പറയുന്നത്. മദ്ദുൽ ഫർഈ 5 ഇനങ്ങളാണ്. മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീന്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇതും കംപ്ലീറ്റ് ആക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ വരുന്ന ഒരു ചോദ്യമാണ് എന്ത്?
അഹ്കാമും മീമി സാക്കിന എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എഴുതാൻ വരാം. സാക്കിനായ മീമിൻ്റെ 3 വിധികൾ. അപ്പോൾ നമ്മൾ മറ്റ് 2 ചാപ്റ്ററുകൾ വരുന്നുണ്ട്. ഇഖ്ഫാവും മീമി സാക്കിന, ഇൽഹാറും മീമി സാക്കിന, ഇദ്ഗാമും മീമി സാക്കിന എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ ചേർത്ത് എഴുതിയാൽ മതി. അതായത് സാക്കിനായ മീമിന് വിധികൾ 3 ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാം. മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഈ അക്ഷരങ്ങളല്ലാതെ ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും അവിടെ സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്യണം. ഇത്രയും എഴുതി അതിനെ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യപേപ്പർ വരിക എന്ന് പറയാം. പിന്നെന്താണ്, നമുക്ക് അറബിയിൽ വന്ന വേർഡ്സുകൾ ഇപ്പോൾ ഇവിടെ മദ്ദുൽ അസ്ലിക്ക് ഉദാഹരണം യക്കൂനു, സൂഇൻ, അതാ എന്നുള്ളതിന് പകരം നമുക്ക് മറ്റുദാഹരണങ്ങൾ തരും. മനസ്സിലായില്ല? അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഉണ്ടാവുള്ളൂ. ചോദ്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ വരിക. അപ്പോൾ മീമി സാക്കിനക്ക് പകരം ഇദ്ഗാമും മീമി സാക്കിന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉദാഹരണം തരും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് പാഠഭാഗത്തു നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിലൊക്കെ മാറിപ്പോകുമോ, ഇൽഹാർ പറയേണ്ടടുത്ത് ഇദ്ഗാമോ, ഇദ്ഗാമ് പറയേണ്ടടുത്ത് ഇൽഹാറൊക്കെ സംഭവിച്ചു പോവാം. ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ അങ്ങനെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.